നിയമസഭാ സമ്മേളനത്തിനിടെ അസാധാരണ രംഗങ്ങൾ. സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു. പ്രതിരോധിക്കാൻ ശ്രമിച്ച വാച്ചൻ വാർഡുമായി MLA-മാരുടെ കയ്യാങ്കളി. ഇതോടെ മുഖ്യമന്ത്രിക്ക് പിന്നിൽ ഭരണപക്ഷാംഗങ്ങൾ അണിനിരന്നെത്തി. സംഘർഷഭരിതമായതോടെ അടിയന്തര പ്രമേയ ചർച്ച ഉൾപ്പെടെ റദ്ദാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. RSS അജണ്ട പിണറായി വിജയന്റെ സ്ക്രിപ്റ്റ് എന്നെഴുതിയ ബാനറുമായി പ്രതിപക്ഷ MLA-മാർ സഭയ്ക്ക് പുറത്തേക്ക് നീങ്ങി. അമൽ തേരമ്പറമ്പനും പ്രശാന്ത് കൃഷ്ണയും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഇന്ന് എന്താണ് സഭ കണ്ട പ്രതിഷേധം? എന്താണ് ഇന്ന് സഭ കണ്ട ഭരണപക്ഷ തന്ത്രം? മാധു, സഭാ നടപടികൾ ആരംഭിച്ച 9 മണിക്ക് തുടങ്ങിയ പ്രതിഷേധമാണ്. സാധാരണ നിലയിൽ അങ്ങനെ സഭാ നടപടികൾ നടക്കുമ്പോൾ അപൂർവമായാണ് ചോദ്യോത്തരവേളയിൽ പ്രതിഷേധമുണ്ടാകുന്നതെങ്കിൽ ഇന്ന് ചോദ്യോത്തരവേള മുതൽ സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന നീക്കമെന്ന് പറയുന്നത്. സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നക്ഷത്രത്തിനെപ്പെട്ട ചോദ്യങ്ങൾ ഒഴിവാക്കി മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയലിൽ നിന്നും ഒഴിവാക്കാനായി സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു നീക്കം എന്നുള്ള തരത്തിലൊരു വിമർശനം ഉന്നയിച്ചു. പക്ഷേ സ്പീക്കർ അതിൽ തെറ്റൊന്നുമില്ല. ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. എന്താണ് സ്പീക്കറുടെ ഡയസിൽ സംഭവിച്ചത് എന്നുള്ളത്? ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് 2024 രണ്ടാം നമ്പർ ഓർഡിനൻസ് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. സർ, കാര്യവിവര പട്ടികയിലെ 3.1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഓർഡറോടെ റിപ്പോർട്ട് സമർപ്പണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. അവതരിപ്പിച്ച കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. 2024 ഒക്ടോബർ 9-ാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും 2024 ഒക്ടോബർ 15-ാം തീയതി ചൊവ്വാഴ്ച പരിഗണനക്കെടുക്കാനും ശുപാർശ ചെയ്തത് 2022 പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപത്തെ ഭേദഗതിയോട് പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപം പരിഗണനക്കെടുക്കുന്നു. കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുടെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനക്കെടുക്കണം എന്ന പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ്. കമ്പനികളെ സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അമൽ, വിവരങ്ങളുമായി നമ്മളോടൊപ്പം നിയമസഭയിൽ നിന്ന് തുടരുന്നുണ്ട്. അമൽ, നിയമസഭയിൽ ഭരണപക്ഷം ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ ചർച്ചകളെയാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. ആ ചർച്ചയ്ക്ക് അടിയന്തര പ്രമേയം അനുവദിച്ച് ചർച്ചയാകാമെന്ന നിലപാട് ഭരണപക്ഷം സ്വീകരിച്ചിട്ടും പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൽ തുടങ്ങിയതാണ് ഈ പ്രതിഷേധം. അതായത് മാത്യു കുഴൽനാടൻ പ്രതിഷേധിച്ച സമയത്ത് എത്ര പ്രതിപക്ഷ നേതാവുണ്ട്, ഇതിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നൊരു ചോദ്യം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് പ്രതിപക്ഷത്തിനങ്ങ് കൊണ്ടു എന്നുള്ളത് തന്നെയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം അതിനെതിരെ നടന്നു. ആ പ്രതിഷേധത്തിന് ശേഷം സഭ വിട്ട് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങി. തിരികെ വന്നതിന് ശേഷവും ഈ ഒരു വിഷയം ഉയർത്തിയുള്ള സംസാരം നടന്നു. അതായത് സഭയിൽ നിന്നും സഭാരേഖയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള പല പരാമർശങ്ങളും ഭരണ പ്രതിപക്ഷാംഗങ്ങൾക്ക് ഇടയിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു തർക്കം, വാഗ്വാദം പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത്. സ്പീക്കറുടെ ഡയസിലേക്ക് ആദ്യം മാത്യു കുഴൽനാടൻ കയറുന്നു. അതിനുശേഷം IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത്, T സിദ്ദിഖ്, CR മഹേഷ് അടക്കമുള്ളവർ ഡയസിലേക്ക് കയറി പ്രതിഷേധിക്കുന്നത് കണ്ടു. വാച്ചാൻ വാർഡുമാർ അവിടേക്ക് എത്തി. ഇവരെ ബലപ്രയോഗത്തിലൂടെ താഴേക്ക് ഇറക്കി. ആ ഒരു വിധത്തിലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള വിധത്തിലാണ് സഭാ നടപടികൾ ഇന്നത്തേക്ക് നിർത്തുകയാണ് എന്നും നാളെ 9 മണിക്ക് വീണ്ടും ചേരുമെന്നും പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സ്പീക്കർ എത്തിയത്. ഈ സംഭവം നടക്കുന്ന അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രിക്ക് പിന്നിലേക്ക് ഭരണപക്ഷാംഗങ്ങൾ കൂടി നിരന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്നൊരു തോന്നലുണ്ടായി. ഏതായാലും സഭാ നടപടികൾ അവസാനിപ്പിച്ച ശേഷവും പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ പറയുന്നത്, പിന്നീടുണ്ടായ മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു, അതിൽ അവർ പറയുന്നത് ചർച്ചയിൽ നിന്നും മലപ്പുറം വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയുള്ള നോട്ടീസ് അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന്റെ തീരുമാനമുണ്ടായപ്പോൾ തന്നെ ആ വിഷയത്തിൽ അടിയന്തരമായി ചർച്ച വേണം എന്നുള്ള ഒരു വിഷയം മുഖ്യമന്ത്രി പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷവും പ്രതിപക്ഷം ചർച്ചയിൽ നിന്നും ഒളിച്ചോടാൻ ഒരു നീക്കമാണ് നടത്തിയത് എന്നുള്ളതാണ് ഭരണപക്ഷ വിമർശനം. പക്ഷേ ഈ വിഷയം നാളെയും സഭയിൽ ഉന്നയിക്കും എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇന്നത്തെ പ്രതിപക്ഷം സഭാനാഥനെ അല്ലെങ്കിൽ സ്പീക്കറെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഏറ്റവും അധികം ഉന്നയിച്ചത്. അതിനെ ചെറുക്കാൻ ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിലേക്ക് മാത്രം വിരൽ ചൂണ്ടുകയായിരുന്നു. നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവ് എന്നത് ആവർത്തിച്ച് പറയുകയാണ്. അതിന് അവസാനമാണ് സ്പീക്കർ ചോദിക്കുന്നത്, ആരാണ് പ്രതിപക്ഷ നേതാവ്, ഒന്നിലധികം നേതാക്കളുണ്ടോ എന്നതടക്കം. അപ്പോൾ വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രൊവോക്ഡ് ആകും എന്നുള്ളത് തന്നെയായിരുന്നു ഭരണപക്ഷ തന്ത്രം.
ആ തന്ത്രത്തിൽ പ്രതിപക്ഷം വീണുപോയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. ഇന്ന് മലപ്പുറം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം ഈ ദ ഹിന്ദു ദിനപത്രത്തിൽ ഒരു വിവാദ പരാമർശം അച്ചടിച്ചു വരികയും പിന്നീട് അവർ തിരുത്തു നൽകിയെങ്കിൽ പോലും ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഒരു ജില്ലയെ ആകെ അടച്ചാക്ഷേപിച്ച ഒരു സാമുദായിക വിഭാഗത്തെ അടച്ചാക്ഷേപിച്ചു എന്നുള്ള വിധത്തിൽ ചിത്രീകരിക്കുന്ന അങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം ഉണ്ടായത്. ആ ഒരു വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിൽ വരേണ്ടിയിരുന്നത്. 12 മണിക്ക് ചർച്ച എന്ന കാര്യം പറയുകയും ചെയ്തു. അതിനുശേഷം ഭരണപക്ഷം നടത്തിയ നീക്കങ്ങളിൽ തുടർച്ചയായി പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിക്കുക എന്നൊരു നീക്കം ഭരണപക്ഷ നിരയിൽ നിന്നുമുണ്ടായി. പ്രത്യേകിച്ച് എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ അതിങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല അതിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി കൂടി എത്തിയതോടുകൂടി പ്രകോപിതരായി പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള നീക്കത്തെ ചെറുക്കാനായി പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. മാത്രമല്ല സ്പീക്കറുടെ മുഖമടക്കം മറച്ചുകൊണ്ടുള്ള ബാനറുകൾ എത്തുന്നു. അത് നീക്കം ചെയ്യണം. സ്പീക്കർക്ക് സംരക്ഷണം ഒരുക്കി മുഖ്യമന്ത്രി അടക്കം പിന്നീട് വരികയും ചെയ്തു. എന്തായാലും ആ ഒരു വാഗ്വാദമാണ് ഇത്തരമൊരു ഈ സഭയിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോയത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നീട് അപ്പോൾ ഈ അടിയന്തര പ്രമേയം എന്നൊരു വിഷയം അങ്ങ് വിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ആ ഒരു വിഷയത്തിനപ്പുറത്തേക്ക് സഭയിൽ നടന്നിട്ടുള്ള പരാമർശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. ഏറ്റവും ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് പോയി. സഭ ഒരുപക്ഷെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ ഇന്നത്തേക്ക് പിരിയാൻ ഒരു തീരുമാനം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോയേനെ. എന്തായാലും സ്പീക്കർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെയും ഇതിന്റെ തനിയാവർത്തനം തന്നെ കാണേണ്ടി വരുമോ എന്നുള്ളതാണ് ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിന് തങ്ങൾ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതിരിക്കാൻ പ്രതിപക്ഷം നിന്നുവെങ്കിൽ ഇനി എന്തിനാണ് വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നാണ് നേരത്തെ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞത്. RSS അജണ്ട പിണറായി വിജയന്റെ സ്ക്രിപ്റ്റ് എന്നെഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ MLA-മാർ സഭയ്ക്ക് നേരെ നിന്നത്. ഒരു ഘട്ടത്തിൽ സ്പീക്കറുടെ മുഖം മറയുന്ന തരത്തിലുള്ള ബാനർ ഉയരുകയും ചെയ്തു. അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയും എടുത്തു. ഈ നില സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല. എന്തുമാകാമെന്ന നില പറ്റില്ല. ഈ നില സ്വീകരിക്കാൻ പറ്റില്ല. നിർബന്ധമായും മാറ്റിയിരിക്കണം. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അംഗീകരിക്കാൻ പറ്റില്ല. സഭ നിർത്തിവെക്കാൻ പറ്റില്ല.